ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം, വിശുദ്ധവാരം, ചൊവ്വ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം 21 മുതൽ 33 വരെയുള്ള വാക്യങ്ങളും 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളുമാണ്. യേശുനാഥൻ ഭക്ഷണത്തിനിരിക്കവേ ആത്മാവിൽ അസ്വസ്ഥനായി അരുളി ചെയ്യുകയാണ്, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. അപ്പോൾ ഇത് കേട്ടിട്ട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ ഒറ്റിക്കൊടുക്കുന്നത്? യേശുനാഥൻ പറയുന്നുണ്ട്, എന്നിൽ നിന്ന് അപ്പം സ്വീകരിക്കുന്നവനാണ് എന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നത്. പക്ഷേ ഇത് പറഞ്ഞിട്ടും ശിഷ്യന്മാർക്ക് അത് യൂദാസാണെന്ന് മനസ്സിലാകുന്നില്ല. അത് കഴിഞ്ഞ് ശിമയോൻ യേശുനാഥനോട് ചോദിക്കുകയാണ്, കർത്താവേ, അങ്ങ് എവിടേക്കാണ് പോകുന്നത്? നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും, നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ വരെ ഞാൻ ത്യജിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് യേശുനാഥൻ പറയുന്നുണ്ട് പത്രോസിനോട്, പത്രോസേ, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. അപ്പോൾ സുവിശേഷം നമുക്ക് മുമ്പിലേക്ക് കാണിച്ചു തരുന്നത് യേശുനാഥൻ്റെ അഗാധമായ സ്നേഹം, നിബന്ധനകളില്ലാത്ത സ്നേഹം അവൻ ശിഷ്യന്മാരോട് പ്രകടിപ്പിക്കുന്നുണ്ട്. അതേസമയം ശിഷ്യന്മാരുടെ വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ വിശ്വാസരാഹിത്യം, അവർ യേശുനാഥനിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത മനുഷ്യരായി പോകുന്നുണ്ട്. ഇത് രണ്ടും സുവിശേഷം നമുക്ക് കാണിക്കുന്നുണ്ട്. ഇതിൽ ശിഷ്യന്മാരിൽ നമുക്ക് നമ്മെ തന്നെ ഓരോരുത്തർക്ക് കാണാൻ സാധിക്കും. ഈ തപസ് കാലത്ത്, ഏറെ പ്രത്യേകിച്ച് ഈ വിശുദ്ധ വാരത്തിലേക്ക് യേശുനാഥനോടൊപ്പം മരിക്കാൻ തയ്യാറായിട്ടുള്ള മനസ്സുമായിട്ടാണ് നമ്മൾ വരുന്നത്, ഓരോ മനുഷ്യരും. മാത്രമല്ല, ഇത് ഒരു ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്നൊരു തീരുമാനമാണ്. പലപ്പോഴും നമുക്ക് യേശുനാഥൻ ഇഷ്ടമാണ്, യേശുനാഥന് വേണ്ടി ജീവിക്കണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വീണു പോകുന്ന മനുഷ്യരാണ്. വീണു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുനാഥൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. അവിടുത്തെ സ്നേഹത്തിന് ഒരു മാറ്റവും ഇല്ല. കാരണം ഒറ്റിക്കൊടുത്തവനെയും തള്ളിപ്പറഞ്ഞവനെയും നെഞ്ചോട് ചേർത്ത് നിർത്തി തൻ്റെ ശരീരം പകുത്തു നൽകിയ യേശുനാഥൻ്റെ സ്നേഹം സുവിശേഷം നമുക്ക് വ്യക്തമാക്കി നൽകുന്നുണ്ട്. അപ്പം മനുഷ്യൻ വീണു പോകാൻ സാധ്യതയുള്ളവരാണ്, പക്ഷേ ദൈവം അവൻ്റെ സ്നേഹം ഒരിക്കലും പിൻവലിക്കുന്നവനല്ല എന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വിശുദ്ധവാരത്തിൽ നമുക്ക് നൽകുന്ന ഓർമ്മ, വീണു പോയാലും തിരികെ വരാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അത് ഈ 2 ശിഷ്യന്മാരും ഉദാഹരണമാണ്. പത്രോസ് തിരികെ വരുന്നുണ്ട്, കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി അവൻ യേശുനാഥൻ്റെ മുമ്പിലേക്ക് വന്ന് സ്നേഹം ആവർത്തിച്ച് അവൻ ഉറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ യേശുവിനോടൊപ്പം നിലനിൽക്കുകയാണ്. എന്നാൽ യൂദാസ് ആകട്ടെ, അവൻ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ മുഴുവനും അന്ധകാരമാണ്. അവൻ ഒരിക്കലും പ്രകാശമായ യേശുവിലേക്ക് തിരികെ വരാൻ അവൻ ഒരടി പോലും വെച്ചില്ല. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ എന്നേക്കുമായി യേശുനാഥനെ നഷ്ടപ്പെടുത്തുകയാണ്. സുവിശേഷം നമ്മളോട് പറയുന്നത്, വീണു പോയാലും തിരികെ വരിക, അതേ സ്നേഹവുമായി യേശുനാഥൻ നമ്മെ കാത്തു നിൽക്കുന്നുണ്ട്. ഈ വിശുദ്ധവാരത്തിലേക്ക് കടക്കുമ്പോൾ, ഈ ചൊവ്വാഴ്ച നമ്മൾ അവൻ്റെ ഏറ്റവും വിലയേറിയ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാനുണ്ടായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം, വീണു പോകുന്ന അവസരങ്ങൾ ഉണ്ടായാലും വീണ്ടും എഴുന്നേറ്റ് അവനോടുള്ള സ്നേഹം, ആ പശ്ചാത്താപത്തിൽ ഏറ്റുപറഞ്ഞ് അവനോടുള്ള സ്നേഹം, അതിൽ നിലനിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വീണു പോകുന്ന മനുഷ്യരാണ് നാം എന്നറിഞ്ഞിട്ട് നമ്മെ സ്നേഹിക്കുന്ന യേശുനാഥനോട് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് തിരികെ നടക്കാം. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.